ചായക്കുട്ടിലേക്ക് സ്വാഗതം. യാത്രകൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ ആനന്ദമാണ്. യാത്രകളിലൂടെ അവനവനെ തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ചിന്താമണ്ഡലം വിശാലമാകുമ്പോൾ, അനുഭവമണ്ഡലം വിശാലമാകുമ്പോൾ അത് തരുന്ന അറിവ് വളരെ വലുതാണ്. യാത്രയെ തന്റെ ജീവിതത്തിന്റെ ഭാഗമായി തിരിച്ചറിഞ്ഞ, യാത്രാ ലേഖനങ്ങളിലൂടെ സുപ്രസിദ്ധയായ ശ്രീമതി വത്സല മോഹനാണ് ഇന്ന് നമ്മോടൊപ്പം ചായക്കുട്ടിൽ അതിഥിയായിട്ടുള്ളത്. സ്നേഹപൂർവ്വം ചായക്കുട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ കൈലാസത്തെ ഒന്ന് പരാമർശിച്ചു പോയി, എന്നാലും അമർനാഥും കൈലാസ യാത്ര താരതമ്യേന വളരെ ദുഷ്കരമെന്ന് പറയുന്ന ഹിമാലയത്തിലെ യാത്രകളാണ്. ഈ കൈലാസ പരിക്രമണം നടന്ന് പൂർത്തിയാക്കാൻ സാധിച്ചു. എങ്ങനെയായിരുന്നു കൈലാസത്തിലേക്കുള്ള ഒരു? കൈലാസത്തില് ഞങ്ങൾ കാഠ്മണ്ഡു വഴിയാണ് പോയത്. അപ്പൊ അന്ന് ഞങ്ങൾ ആദ്യം പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് പരിക്രമണം പറ്റിയില്ല. അന്ന് സ്നോഫാൾ കാരണം ചൈനീസ് ഗവൺമെന്റ് അത് നിരോധിച്ചു. എന്നിട്ട് ഞങ്ങൾ മാനസസരത്തിന്റെ തീരത്ത് ഒരു 5-6 ദിവസം ക്യാമ്പ് അടിച്ചിട്ട് ഇത് ശരിയാവോ എന്ന് കാത്തു നോക്കി. കഴിയാതെ തിരിച്ചു പോന്നു. അപ്പൊ ആ 54 കിലോമീറ്റർ അവസാനത്തെ ആ 3 ദിവസത്തെ നടന്നുകൊണ്ടുള്ള പരിക്രമണം സാധിച്ചില്ല. പിന്നെ പിറ്റത്തെ പ്രാവശ്യം ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് അതിന് സാധിച്ചത്. അത് വല്ലാത്ത അതിന്റെ എന്തനുഭവമാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഇതുവരെ യാത്രകൾ ചെയ്തതില് മനസ്സിൽ തങ്ങി നിൽക്കുന്നതിൽ ഒന്ന് മനസ്സ് സരസാണ്, പിന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇത് രണ്ടും, ഈ ഒരു മനോഹരമായ 2 കാഴ്ചകള്. പിന്നെ കൈലാസം ഏറ്റവും എടുത്ത് കാണുക, അത് ജാംബിയാങ് പർവ്വതത്തിൽ കയറിയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞങ്ങളുടെ ടൂർ സംഘാടകർ പറഞ്ഞത് വേറൊരു സ്ത്രീ അതുവരെ പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനത് എന്തോ ദൈവ അനുഗ്രഹം പോലെ എനിക്കത് സാധിച്ചത്. ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന യാക്കിൻ പുറത്ത് വെച്ചിട്ട് ഈ ക്യാമ്പ് നടത്തുന്നവർക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നൊരു അവിടുത്തെ ലോക്കൽസ് ഉണ്ട്. അപ്പൊ എന്റെ പോർട്ടർ അവരെ ആയിട്ട് എന്തോ പരിചയമുള്ള ആളാണ്. അത് കുറച്ച് ഷോർട്ട് കട്ടാണ്. പുതിയ വഴിയല്ല, ഈ പുതിയ എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള വഴിയാണ്. ഇപ്പൊ സാധാരണ നമ്മള് സഞ്ചാരികൾ നടക്കുന്ന റൂട്ടിൽ നിന്ന് മാറി അവർ വലതുവശത്ത് കൂടെ കയറി കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് നടക്കാൻ. പക്ഷെ എന്നാലും പെട്ടെന്ന് എത്താൻ, കാരണം അവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് വീണ്ടും അടുത്ത പാർട്ടിയുടെ കോള് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ യാക്കിനെ ഇത് ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അവരുടെ കൂടെ പോവാന്ന് പറഞ്ഞപ്പോ ഞാനും എന്തോ സമ്മതിച്ചു. പകുതി എത്തിയപ്പോ എനിക്ക് തോന്നി അയ്യോ വേണ്ടായിരുന്നു തോന്നി. അത്രയും പ്രയാസമുള്ള ഒരു വഴി കൂടെ ഞാൻ എന്റെ കൈലാസ ട്രക്കിംഗ് അവിടെ ഞങ്ങൾ കുറെ കുതിര ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ട്, കാരണം അല്ലാതെ നടക്കില്ല അത് കാര്യം. അപ്പൊ ഇവൻ തന്നെ അത് ഏൽപ്പിച്ചു തന്നത്, ഇങ്ങനെ ഇവരുടെ കുതിരയാണ്. അതുകൊണ്ടാ പോയത്. ഈ യാക്കിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുതിരയും 3-4 നായക്കളും കൂടെ ഉണ്ടാവും. അപ്പൊ ഈ യാക്ക് ഇങ്ങനെ ഒരു പരിവാരമായിട്ടാണ് പോണത്. അതെ, സ്വതയല്ല, ഇത് ഞങ്ങൾക്ക് എനിക്ക് മാത്രം കിട്ടിയൊരു അവസരമാണ്. അപ്പൊ ഇവര് ഈ കുതിരക്കാരൻ ശരിക്കും ആ കുതിര എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ, ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ്. അവരിങ്ങോട്ട് പോവാനും വരാനുമുള്ള കുതിരയാണത്. അപ്പൊ ഇവൻ ചോദിച്ചു ഇവരെ ഒന്ന് കയറ്റാമോ വെച്ചപ്പോ അവര് സന്തോഷത്തോടു കൂടി കയറ്റിയെന്നെ. അപ്പൊ ഇതിനനുസരിച്ച് ഈ യാക്കുകളെ തെളിച്ചുകൊണ്ട് സാധനങ്ങളുമായിട്ട് ഈ സ്ത്രീ ഉണ്ട് കൂടെ. അവിടെയും സ്ത്രീയൊക്കെയാണ് മേധാവി, അത് പറയാം. അവര് പണിയെടുത്ത് അല്ലാതെ അതെ. ഇപ്പൊ ഈ കുതിരകളും യാക്കും പുരുഷൻ പറഞ്ഞാൽ കേൾക്കില്ല. നേരെ മറിച്ച് ഇവര് ഹൂയി ഹൂയി 2 ശബ്ദം പറയുമ്പോഴേക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കണ്ടേ യാക്കുകൾ. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത വഴികളിൽ കൂടെ പോയി ഞങ്ങള് ദറാപ്പുക്ക് എന്ന് പറഞ്ഞ ആദ്യ ക്യാമ്പില്. നമ്മള് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ഈ പോട്ടർമാര് നമ്മളെ? അത് പ്രത്യേകം എടുത്ത് പറയണ്ട. ഇപ്പൊ ഉത്തരാഖണ്ഡിലാണെന്നുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡില് ഞങ്ങള് വല്ലാത്ത ഇടതിങ്ങിയ ഇരുട്ട് കലർന്നിട്ടുള്ള വനങ്ങളിൽ കൂടെയാ പോകുന്നത്. ഞങ്ങൾ 2 സ്ത്രീകളും ഞങ്ങളുടെ പോർട്ടർമാരായി വരുന്ന ഉത്തരാഖണ്ഡിൽ 2 പഹാടികളുമാണ്. നമ്മൾ അവരെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു നമ്മളെ നാട്ടിലാണെങ്കിൽ എന്താ ഇങ്ങനെ പറ്റുമോ? എവിടെയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവര് ശരിക്കും ഞങ്ങളെ ആ മാജി ബഹൻജി എന്നൊക്കെ വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അവർ ദൈവത്തെ പോലെയാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. തീർച്ചയായിട്ടും അവരാ ഒരു വടിയും കൊണ്ട് ഞങ്ങൾക്ക് വഴി തെളിച്ച് ചില സ്ഥലത്ത് അവിടെ വഴി സ്റ്റോപ്പായിട്ടുണ്ടാവും, വീണ് കിടക്കുന്നുണ്ടാവും, മുട്ടറ്റൻ ചളിയായിരിക്കും. അപ്പൊ അവര് നമുക്ക് ആ ഇത് കെട്ടി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രത്യേക കവറിങ് ഉണ്ട്, അത് കെട്ടിത്തന്ന് അതിങ്ങനെ അട്ടയും അതും ഇതുള്ള ഇത് കൂടെ പോകുന്നു നമ്മള്. എന്തൊക്കെ സംഭവിച്ചാലും അതുപോലെ ഈ ട്രക്കിംഗ് കഴിഞ്ഞ് രാത്രി ഉറങ്ങണമല്ലോ, അതിന് ഈ അവരെ കുറെ ആട്ടിടയന്മാരെ ഒന്നിച്ചും കയറുകയാണ് ചെയ്യുക. 1000 കണക്കിന് 100 കണക്കിന് ആടുകളെയും കൊണ്ട് അവർ 6 മാസം മേയ്ക്കാൻ പോകും. തിരിച്ച് അവരിറങ്ങി വരികയാണ്. അപ്പൊ ഇത് ആട്ടിടയന്മാരെ ഇങ്ങനെ വാടകയ്ക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഒരു ആടിന് 50 രൂപ വെച്ചാണ് ഇവർക്ക് കിട്ടുന്നത്. 6 മാസം മേയ്ക്കണം, ഓർക്കണം. ഇതെല്ലാം വിട്ടിട്ടാണ് അവർ ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഈ തണുപ്പില് ജീവിക്കുന്നത്. അപ്പൊ അവരുടെ ആടുകളൊക്കെ ഒന്നിച്ചവർ കൂട്ടമായിട്ട് അവിടെ നിർത്തുക ചെയ്യും. ആടുകൾ ഇങ്ങനെ കൂടി കൂടി വന്ന്
ഒന്നിച്ചിങ്ങനെ കൂടി നിൽക്കും. അത്രയും ഐസ് വീഴുകൊണ്ടിരിക്കുകയാണ്, സ്നോ ഫോളാണ്. ആ സമയത്ത് ഇവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഈ ടിൻ ഒക്കെ ചേർത്ത് വെച്ച ടെന്റിൽ ചെറിയ ഷെഡുകളുണ്ട്. അതിൽ കുറെ വൈക്കോല് പോലുള്ള പുല്ലൊക്കെ വിരിച്ചിട്ടാണ് അവർ കിടക്കുക. അതിന്റെ തൊട്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ പോകുന്ന ചില യാത്രികർക്ക് വേണ്ടിയിട്ട് ഒരു 2 റൂം ഉണ്ടാവും, 2 or 3 റൂം ഉണ്ടാവും. ഒന്ന് അവരുടെ അടുക്കളയാണ്. അതിലേക്ക് നമ്മളെ വളരെ ദൈവികമായിട്ട് അവർ ആ അടുപ്പും അടുക്കളയൊക്കെ വെക്കുന്നത്. ഇങ്ങനെ ഷൂ ഇട്ടിട്ടൊന്നും കയറാനൊന്നും പാടില്ല. ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ദ്വാരം പോലും ഉണ്ടാവില്ല, കാരണം തണുപ്പ് കിടക്കും. അതെ അതെ. എന്നിട്ട് ഈ പുല്ല് വിരിക്കും, അതിന്റെ മേലെ ഈ റജായികൾ ഉണ്ടാവും കുറെ, 3-4. അവിടെയാണ് നമ്മൾ കിടക്കുന്നത്. വേറെ ഒരു സൗകര്യങ്ങളും അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ ട്രക്കിംഗ് യാത്ര ഈ കണ്ടക്ടർ ടൂർ നടത്തുന്ന ആളുകൾ ആരും ചെയ്യാൻ പറ്റില്ല. അത്ര റിസ്ക് ആണത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ രാത്രി അവിടെയൊക്കെ കിടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ മുകളിൽ 18,000 ഉയരത്തില്, അതെ എവിടെയോ 18,000-20,000 അടി മുകളില് ഈ 2 പോട്ടർമാരും അവിടെ അത് നടത്തുന്ന ഒരു പഹാടിയും ഉണ്ടാവും. നമുക്ക് ചൂടോടെ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി തന്ന് അവരവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും. പിന്നെ സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുപോകും, കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. നമ്മൾ അതിന്റെ ഉള്ളിൽ കിടന്നു 6 മണിയായി അവർ നമ്മളെ ഉണർത്തും. അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അതാ പറഞ്ഞ. അപ്പൊ എന്ത് കാര്യത്തിനും അവരിങ്ങനെ, എനിക്ക് തോന്നുന്നു നമ്മുടെ അച്ഛനും ബ്രദേഴ്സും ഒക്കെ എങ്ങനെ നമ്മളെ സംരക്ഷിക്കുന്നു അതുപോലെ അവർ നമ്മളെ നോക്കുന്നുണ്ട്. വേറെ യാതൊരു വിധത്തിലുള്ള ചിന്തകളും ഇല്ലാതെ ഈ പോകുന്നവർ ശരിയായൊരു ദൈവ പരിവേഷം കൊടുത്തിട്ടാണ്. അത് ഉത്തരാഖണ്ഡിലെ അത് എല്ലാ സ്ഥലത്തും. ഇപ്പൊ നമ്മൾ കൈലാസ പരിക്രമണത്തിന്റെ സമയത്താണെങ്കിലും അതെ. ഈ എത്ര സമയം എടുത്തു ഒരു പരിക്രമണത്തിന്റെ, കൈലാസത്തിന്റെ? 3 ദിവസം എടുക്കും. നമ്മൾ 3 ദിവസം 54 കിലോമീറ്റർ ആണ് നമ്മൾ പരിക്രമണം ചെയ്യേണ്ടത്. അത് എല്ലാവർക്കും ഒന്നും കഴിയാറില്ല, കാരണം നടന്ന് തിരിച്ചു വരും. ദർശൻ എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് ക്യാമ്പിൽ വെച്ച് അധികം പേരും തിരിച്ചു വരും. പിന്നെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതെ, അപ്പൊ തിരിച്ചു വരും. അങ്ങനെയാണ് ഈ കുതിരകളെ അവിടെ കാണുന്നത്. അല്ല, ഇങ്ങനെ കൊണ്ടുപോകുന്ന കുതിരകൾ ചിലര് പകുതി വെച്ച് മടങ്ങുമ്പോ ആ കുതിരക്കാരന് നഷ്ടമല്ലേ. അപ്പൊ വല്ലവരും കിട്ടി അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെയാണ് അത് ചെയ്യുന്നത് അവര്. അപ്പൊ മൊത്തത്തില് ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ചീത്ത അനുഭവം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ചീത്ത അനുഭവം എന്നല്ല, എന്നും ഓർത്തിരിക്കാൻ പറ്റിയിട്ടുള്ള വളരെ സ്നേഹസമ്പന്നമായ ഊഷ്മളമായ അനുഭവമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ കൈലാസ യാത്രയെയും ഹിമാലയ യാത്രയെയും മത്സരിച്ചിട്ട് വളരെ വായിക്കപ്പെട്ട, വളരെ ഗൗരവമായി വായിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം കാശി ചതുർധാമ ഹിമാലയ യാത്രയും, പിന്നീട് അമരപഥത്തിൽ അമർനാഥ് യാത്ര അല്ലെ. ഇപ്പൊ അമർനാഥ് യാത്ര ചെയ്യുന്നത് ഈ ഞാൻ പോയ വഴിയല്ല. ഇപ്പൊ നമ്മുടെ പാരമ്പര്യ വഴികളിലൂടെയാണ് ഞങ്ങൾ പോയത്. അന്ന് 36 കിലോമീറ്റർ ഇതുപോലെ ട്രക്കിംഗ് വേണം. കുറച്ച് പ്രയാസമുള്ളവർക്ക് പോവാമായിരുന്നു. ഇപ്പൊ ബാൽത്താഴ് വഴി പോയിട്ട് ഹെലികോപ്റ്ററിലാണ് പോകുന്നത്. അവിടെ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഇനി എന്നുണ്ടാവും ആലോചിച്ചാൽ മതി. കാരണം ഞാൻ എപ്പോഴും ഈ പാരമ്പര്യമായ രീതിയിൽ പോയി കഴിഞ്ഞാലേ പ്രകൃതിയും അവിടുത്തെ ഇതും വളരെ പ്രകൃതിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പോകണം. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പഹൽഗാം എന്ന് പറഞ്ഞ ആ പഴയ അതിന്റെ വിശ്വാസത്തോടും അതിന്റെ ഐതിഹ്യത്തോടും ബന്ധപ്പെട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. അപ്പൊ അങ്ങനെ ഈ ഹിമാലയ യാത്രയിൽ ആദ്യത്തെ ട്രക്കിംഗ് യാത്രയായിരുന്നു എന്റെ അമർനാഥ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൈലാസം. എന്തായിരുന്നു ഒരു മുന്നൊരുക്കങ്ങൾ എടുത്തിരുന്നത്? കാരണം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ആരോഗ്യപരമായിട്ട് കൂടി കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരവും പുരുഷ ശരീരത്തോളം നമുക്ക് അങ്ങനെയല്ല. അപ്പൊ ഒരു സ്ത്രീ യാത്ര വഴി രണ്ടുപേർക്കും ഒന്ന് തന്നെയാണ്. എന്തൊക്കെയായിരുന്നു ഒരു ട്രക്കിങ്ങിൽ എടുത്ത മുന്നൊരുക്കങ്ങൾ? ട്രക്കിങ്ങിൽ ഈ അമർനാഥിൽ പോകുമ്പോ ഞാൻ വിവേകാനന്ദ ട്രാവൽസിന്റെ കൂടെ പോയത്. അവര് ഞങ്ങളോട് പറഞ്ഞിരുന്നു രാവിലെ നീച്ചിട്ട് കുറെ നടക്കണം, യോഗ ചെയ്യണം എന്നൊക്കെ. അവരും ആദ്യമായിട്ട് കൊണ്ടുപോകാം. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അവരെ കൊണ്ടുപോയത് ഈ അമർനാഥ് യാത്ര 2004 ഞാനത് പോകുന്നത്. ആ സമയത്ത് ചിലരൊക്കെ അത് ചെയ്തു. പിന്നെ ഞാൻ ഈ കുറെ വർഷങ്ങളായിട്ട് രാവിലെ ഒരു 4 കിലോമീറ്ററോളം ഞാൻ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് കുളിച്ചിട്ടുള്ള ക്ഷേത്ര ദർശനം ഞാൻ മുടക്കാറില്ല. അപ്പോ രാവിലെ എനിക്ക് വേറൊരു നടപ്പിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ലക്ഷ്മി, എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പ്രത്യേക തയ്യാറെടുപ്പോടെ പോയതുകൊണ്ട് മാത്രം ഇത് നടക്കും തോന്നുന്നില്ല. ഒട്ടും ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ 70 വയസ്സ് കഴിഞ്ഞവരും ഇത് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് വളരെ യങ് ആയിട്ടുള്ള ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന 24 വയസ്സായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കൈലാസ പരിക്രമണ സമയത്ത്. അവന് ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാം തയ്യാറെടുപ്പോടെയും വന്നതാ. അപ്പൊ വഴിയിൽ ന്യൂമോണിയ ബാധിച്ച് കിടക്കേണ്ടി വന്നു. അതുപോലെ യോഗയൊക്കെ സ്ഥിരമായി ചെയ്യുന്ന പലർക്കും ഈ അമർനാഥ് ട്രക്കിങ്ങിനും കൈലാസ പരിക്രമണ സമയത്തും ഒക്കെ
പറ്റാതെ വന്നിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഒന്നും ചെയ്യാത്തവർക്ക് സാധിച്ചിട്ടുമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനൊരു പ്രത്യേകമായിട്ടുള്ള തയ്യാറെടുപ്പ് വേണ്ട. നമ്മൾ ദിനചര്യ അതിന് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യരുത്. ഇപ്പൊ പെട്ടെന്ന് അതിന് പോകണം, അതുകൊണ്ട് ഞാൻ 4 മാസം നടന്നു, യോഗ ചെയ്തു, ഭക്ഷണം ശ്രദ്ധിച്ചു, അതുകൊണ്ട് കാര്യമില്ല. നമ്മളെ ബോഡി തുടർച്ചയായിട്ട് അതിന് വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അതിന് തയ്യാറെടുത്ത് പോയാൽ മിക്ക പേർക്കും അത് സാധിച്ചിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ചിലപ്പോൾ അതിന് വ്യത്യസ്തം ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എടുക്കാറില്ല. പിന്നെ വളരെ ലക്ഷ്യം ആണ്, വിൽ പവറാണ്. ഞാനത് ദൈവം നമ്മളെ അവിടെ എത്തിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം എന്റെ എല്ലാ യാത്രയിലും. അതിപ്പോ ഹിമാലയ ആയാലും ഏത് യാത്ര ആയാലും നമ്മുടെ ലക്ഷ്യസ്ഥാനം ഉണ്ട് എന്നുള്ള അതിന് ദൈവം നമ്മളെ തുണയ്ക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം. പിന്നെ ഈ പറഞ്ഞില്ലേ, ഈ തയ്യാറെടുപ്പുകളെ ഞാൻ ചെയ്യാറുള്ളൂ. എങ്ങനെയായിരുന്നു ഭക്ഷണത്തിന്റെ ഒരു ഭക്ഷണക്രമങ്ങളൊക്കെ? അതിപ്പോ നമ്മൾ ഈ കണ്ടക്ടർ ടൂറിന് പോകുമ്പോ അവര് ഇപ്പൊ ഈ പറഞ്ഞ യാത്രകളിലൊക്കെ അവരെന്നെ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്തു തരും. അവര് രാവിലെ നമ്മള് കൂടാരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ലഞ്ചെല്ലാം ഈ പോട്ടർമാരുടെ അടുത്ത് പൊതിഞ്ഞു കൊടുക്കും. ചിലപ്പോൾ 2 ചപ്പാത്തി, ഒരു ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് നമ്മൾ കൂടാരം ഈ നടന്നിട്ട് രാത്രിയാണ് അടുത്ത കൂടാരം ആകുമ്പോഴേക്കും അവരവിടെ ഷെർപ്പകൾ അവിടെ പോയി ടെന്റ് കെട്ടാണ്, അതിൽ പോയിട്ട് കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നവർ ഈ വിവേകാനന്ദ ട്രാവൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം എല്ലാം അവരെന്നെ ഏറ്റെടുത്ത് നമുക്ക് ഒരു പ്രയാസവും ആ കാര്യങ്ങളിലൊക്കെ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ട്രക്കിംഗ് യാത്രകളിൽ അങ്ങനെ കണ്ടമാനം നമ്മൾ ആഹാരം കഴിക്കാറില്ല. ഒന്നാമത് അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ ഗ്ലൂക്കോസ് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പിന്നെ നമ്മളെ നാടൻ ഈ അവല് കുഴക്കാറില്ലേ, അതൊക്കെ കയ്യിൽ കരുതി കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കരുതാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ കൂടുതലും ഈ ഗ്ലൂക്കോസും അവലുമാണ് എന്നെ കൂടുതലും. പിന്നെ കണ്ടമാനം വെള്ളം കുടിക്കണം നമ്മൾ. അവിടെ നിന്നും നമുക്ക് ദാഹം തോന്നില്ല. അപ്പൊ ചുരുങ്ങിയത് ഒരു 2 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം. അത് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ബാക്ക് പാക്കിൽ ഇവര് പോട്ടർമാരോട്, അവർക്ക് ഭാഷ അറിയില്ല. കൈലാസത്തിൽ പോകുമ്പോൾ അവർക്ക് ടിബറ്റൻസ് ചൈനീസ് അവരുടെ ഭാഷ അറിയുള്ളൂ. പക്ഷെ ആക്ഷൻ കൊണ്ട് നമ്മൾ 3 ദിവസം ഒരേ പോർട്ടറാണ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പൊ നമ്മള് ശരിക്കും അമ്മയും മകനും ആയിരുന്നു എന്റെ പോർട്ടർ. ചെറിയൊരു കുട്ടിയായിരുന്നു അവൻ, ഒരു 10-18 വയസ്സുള്ള കുട്ടി. അപ്പൊ അവനോട് ഇങ്ങനെ പക്ഷെ വളരെ പെട്ടെന്ന് എല്ലാം മനസ്സിലാവുന്ന വിധത്തിലായി തീരും നമ്മള്. അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും അവൻ വാട്ടർ ബോട്ടിൽ എടുത്ത് തന്നു, ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങനെ പെട്ടെന്ന് നമ്മളവിടെ എഴുകി ചേരും. ഇപ്പൊ പഹാടികളാണെങ്കിലും അതെ, ഈ ഹിന്ദിയിൽ സംസാരിച്ച് അവർക്ക് മനസ്സിലാവും. അവരുടെ ഭാഷ ഒരു കലർന്ന ഹിന്ദി രണ്ടും കൂടി ചേർന്നൊരു ഭാഷയാണ്. വിഷമൊന്നുമില്ല അത്. മത്സരിച്ചിട്ട് മറ്റു വളരെ രസകരമായ കുറെ യാത്രകളുണ്ട് അല്ലെ? ആസാം, ഭൂട്ടാൻ, സിക്കിം, മേഘാലയ, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള യാത്രകൾ എങ്ങനെയൊക്കെയാണ്? ഇന്ത്യയെ, ഭാരതത്തെ അറിയാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ പോകുമ്പോ നമ്മള് സിറ്റിയും കവർ ചെയ്യും. അത് കഴിഞ്ഞിപ്പോ നോർത്ത് ഈസ്റ്റ് യാത്ര എന്ന് പറഞ്ഞാൽ ഈ അരുണാചൽ പ്രദേശിലേക്കൊക്കെ നമ്മൾ പോകുമ്പോ നമ്മള് ഒരുപാട് ഈ ഹിമാലയത്തിന്റെ ഐസ് മൂടി കിടക്കുന്ന കുറെ സ്ഥലങ്ങളിലേക്ക് പോകും. പക്ഷെ അതിങ്ങനെ നമ്മള് സിറ്റികൾ കവർ ചെയ്തിട്ടാ പോണത്. അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ വളരെ പ്രശ്നമാണ്. ഒരു 4-5 മണിക്കൂർ 6 മണിക്കൂർ തുടർച്ചയായിട്ട് ഇതിലിരുന്ന് പോവാണ് നമ്മള്. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെയുള്ള ഇപ്പൊ ഷില്ലോങ്ങിൽ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശില് അല്ലെങ്കിൽ കൽക്കത്തയില് അങ്ങനെ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഓരോ സിറ്റിയിലും വ്യത്യാസമുണ്ട് അവരുടെ വേഷങ്ങള്, ആഹാര രീതികളൊക്കെ. പക്ഷെ എല്ലാ സ്ഥലത്തും ഞാൻ നോക്കിയിട്ട് ഈ ദൈവികമായിട്ടുള്ള അതുണ്ടല്ലോ. ഇപ്പൊ കാമക്യ ദേവി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടുമ്പോ എല്ലാവർക്കും ഒരേ ഭാഷയാണെങ്കിലും നാമം അതെല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ ഈ ക്ഷേത്ര പിൽഗ്രിമേജിലുള്ള ഒരു വ്യത്യാസം അതാണ്. നമ്മൾ എന്തൊക്കെ വൈരുദ്ധ്യമായ സംസ്കാരങ്ങളും ജീവിത രീതികളും ആണെങ്കിലും അവിടെ എത്തിപ്പെടുമ്പോ ഒരേ ലക്ഷ്യമാണല്ലോ. അങ്ങനെ വരുമ്പോ നമ്മൾ അപ്പോഴാണ് നമ്മൾ നമ്മുടെ അഖണ്ഡ ഭാരതത്തിന്റെ യൂണിറ്റി നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ്. നമ്മൾ ഈ ഏറ്റവും ചോടെ കിടക്കുന്ന കേരളത്തിൽ നിന്നാണ് ഇപ്പൊ കാമക്യ അല്ലെങ്കിൽ കീർ ഭവാനി എന്നൊക്കെ പറഞ്ഞ് ശ്രീനഗറിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ വൈഷ്ണോദേവിയിലൊക്കെ കാശ്മീർ യാത്രയും ഉണ്ടായിട്ടുണ്ടല്ലേ? അതില് വൈഷ്ണോദേവി യാത്ര കാശ്മീരിൽ നമ്മൾ അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയാണത്. അതിലെ കീർ ഭവാനി ക്ഷേത്രങ്ങള്, പിന്നെ കുങ്കുമപ്പാടങ്ങള്, ഫുൽവാമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ഒരുപാട് ഈ പഹൽഗാം തൊട്ട് ശ്രീനഗർ വരെയുള്ള ആ യാത്ര
കാശ്മീരിലെ വില്ലേജിൽ കൂടിയാണ് സൗന്ദര്യം. ചില സ്ഥലത്ത് നമ്മുടെ കുട്ടനാടിന്റെ ഒരു ചായയൊക്കെ തോന്നും. പക്ഷെ അവിടെയുള്ള വേറൊരു പ്രത്യേകത, അവിടുത്തെ ലോക്കൽസിനെ ഞാൻ കണ്ടത് അവർ മിതഭാഷികളാണ്. അവർ പെട്ടെന്ന് നമ്മളോട് അങ്ങോട്ട് ഇണങ്ങി ചേരില്ല. സംസാരിച്ച സ്ത്രീകളാണെങ്കിലും അത്ര പെട്ടെന്ന്. അത് ഒരുപക്ഷെ കാശ്മീരിന്റെ ഇന്നത്തെ ഒരു അവസ്ഥയായിരിക്കും. അതിപ്പോ നമ്മൾ ഡാൽ ലേക്കിൽ പോയിട്ട് നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അറ്റൻഡേഴ്സ് മുഴുവൻ അവിടുത്തെ കാശ്മീരി ആളുകളാണ്. അവര് എപ്പോഴും അവരുടെ ഒരു ഭയപ്പെടുന്നുണ്ടോ സാഹചര്യങ്ങളെ ഭയപ്പെടില്ല. എനിക്ക് അവർക്ക് ഒരു നഷ്ടബോധം തോന്നിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. കാരണം അവരുടെ പഴയ കാശ്മീരിലെ ജീവിതം വളരെ, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മുഗൾ ഗാർഡൻസിലൊക്കെ ഞാൻ പോയ സമയത്ത് അവിടുത്തെ തോട്ടക്കാരനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോ എന്തൊരു സങ്കടമാണ് അറിയോ. ഇദ്ദേഹം പറയാം, പണ്ട് ഇങ്ങനെ യാതൊന്നും ഇല്ലായിരുന്നു, ഞങ്ങളുടെ കുട്ടികൾക്കും എല്ലാവർക്കും എവിടെയും പോവായിരുന്നു, ഈ പൂക്കളെ പോലെയായിരുന്നു എന്റെ മക്കള്. ഇപ്പൊ അവർക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ടോ പറയാം, അങ്ങനെ ഒരു ഭയമുണ്ട്. തീവ്രവാദികളുടെ പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഈ സുന്ദരഭൂമിയിൽ ഒരു വെടിവെച്ച് വീഴ്ത്തുന്നത് പിന്നെ അത് കാരണം ഒരുപാട് തൊഴിൽ രഹിത, ഇപ്പൊ ഈ ടൂറിസ്റ്റുകളാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. അപ്പൊ എല്ലാവരും പേടിച്ച് പോവാതെയായി. അങ്ങനെ വല്ലാത്തൊരു സങ്കടം അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് അത് ഒരു വല്ലാത്ത സങ്കടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫുൾ വിവരണമാണ് ഈ കാശ്മീർ സ്വർഗീയ സുന്ദര ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെറിറ്റേജ് സൈറ്റുകള്, പിന്നെ ലൈൻ ഓഫ് കൺട്രോൾ, നമ്മുടെ മിലിറ്ററിയിലെ 4 സൈഡിലുള്ള അവിടെ അതൊക്കെ ലേ ലഡാക്ക്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, യാത്രകള്, എല്ലാ സ്റ്റേറ്റുകളും എല്ലാ ഹിമാലയ ഭാഗങ്ങളും ഒക്കെ പോയി കഴിയുമ്പോ ഇനിയും എത്ര എത്ര കിടക്കുന്നു ഇന്ത്യയിൽ കാണാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ത്യയിലെ യാത്രകൾ, ഇന്ത്യയിലെ ഒരു അനുഭവം നമ്മൾ പറഞ്ഞു, ഒത്തിരി കണ്ടെത്തേണ്ട സ്ഥലങ്ങൾ. വിദേശ യാത്രകളും ധാരാളം ചെയ്തിട്ടുണ്ട് അല്ലെ? കംബോഡിയ, ശ്രീലങ്ക, ബാലിദ്വീപ്, വിയറ്റ്നാം. എങ്ങനെയായിരുന്നു ഒരു വിദേശ അനുഭവങ്ങൾ? കംബോഡിയയിലൊക്കെ അങ്കൂർ വാട്ടിലൊക്കെ ഞാൻ കംബോഡിയ പോവാനുള്ള പ്രധാന കാരണം തന്നെ അങ്കൂർ വാട്ടാണ്. അതൊരു വല്ലാത്ത ദൃശ്യ വിസ്മയം എന്നൊക്കെ പറയാം. ഇപ്പൊ നേരത്തെ ഹിമാലയം പറഞ്ഞ പോലെ ഇങ്ങനൊരു സംഭവം നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു വലിയ എന്താ പുരാതന പൈതൃകത്തിന്റെ ദൃശ്യവിസ്മയം എന്ന് തന്നെ പറയാതെ, അത് കുറെയൊക്കെ നമ്മളെ നമ്മുടെ ഹെറിറ്റേജ് സൈറ്റുകളായ വേളൂർ, ഹലപിടിച്ച് പല്ലവ ചോള രാജാക്കന്മാരുടെ ക്ഷേത്രങ്ങളുടെ അതേ വാസ്തുവിദ്യയിലാണ് തീർത്തിട്ടുള്ളത്. അത് ഇന്ത്യയിൽ നിന്നുള്ള വാസ്തുശില്പ മാതൃകയിലാണ് തീർത്തതിനുള്ളതിന്റെ തെളിവുകൾ നമ്മൾക്കുണ്ട്. ഇപ്പൊ കാഞ്ചിയിലെ വരദരാജ പെരുമാൾ ക്ഷേത്രം, വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രത്തിന്റെ ഒക്കെ അതേ മാതൃക അവിടെ ഉണ്ട്. പിന്നെ നമ്മള് ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ നമ്മുടെ ഈ പല്ലവ ചോള രാജാക്കന്മാരും കംബോഡിയയിലെ സൂര്യവർമ്മ രാജാക്കന്മാരും നല്ല കണക്ഷനുണ്ട്. ഇപ്പൊ ചിദംബരം ക്ഷേത്രത്തിൽ തന്നെ അവിടുന്ന് കല്ലുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു നല്ല സാംസ്കാരിക വിനിമയം നടന്നിരുന്നു. ഏത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പും ഇതെല്ലാം. അതുപോലെ ഇവിടുന്ന് കംബോഡിയയിൽ ഇപ്പൊ ആങ്കോർ വാട്ട് നിർമ്മാണ സമയത്ത് നമ്മളുടെ പ്രത്യേകമായിട്ടുള്ള പല്ലവ ചോള രാജാക്കന്മാരെ നെയ്യും ശർക്കരയും ചേർത്തിട്ടുള്ള പ്രത്യേക ഒരു സിമന്റ് കൂട്ട്, അതെ അല്ലെ, ആ ഒരു പ്രത്യേക കൂട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇവിടുന്ന് ചെയ്യിച്ച അതേ പ്രകാരമാണ് അവരവിടെ ചെയ്തിട്ടുള്ളത്. ഈ ബാലിദ്വീപിലൊക്കെ പോകുമ്പോഴേ ബാലിയുടെ ഒരു എനിക്ക് തോന്നുന്നു ബാലിയിൽ പോയപ്പോ സംസ്കാരമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനത ഇപ്പോഴും അവരുടെ ആ ഒറിജിനൽ സംസ്കാരം വിട്ടിട്ടില്ല. ഇപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അവര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ പൂജാദ്രവ്യങ്ങളില് അവരെന്തൊക്കെ ഉപയോഗിക്കുന്നു അതെല്ലാം ഒരു കൊട്ടയിൽ വെച്ച്, ഇവൻ അവര് ബിസ്ക്കറ്റ് വരെ അതിന്റെ മുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കോഴി ഇങ്ങനെ ഇതെല്ലാം തൊലിയൊക്കെ ഉരിച്ചെല്ലാം അതെല്ലാം അവര് ദൈവത്തിന് സമർപ്പിക്കുക. എനിക്ക് വല്ലാത്തൊരു നിഷ്കളങ്കരാണ് അവരെ തോന്നിയത്. അവരെന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം അർപ്പിക്കുകയാണ്. പിന്നെ അവരുടെ പിന്നെ വസ്ത്രധാരണ രീതി, ഇപ്പൊ പൈതൃകത്തെ ഒട്ടും വിടാതെ അത് തന്നെ മുറുകെ പിടിച്ച് അതേ വഴി പോകുന്നതാണ്. നേരെ മറിച്ച് അവിടെ ഏറ്റവും കൂടുതലുള്ളത് വിദേശീയരാണ്. നമ്മൾ ചെല്ലുന്ന സന്ദർശകരാണ് അവിടെ കൂടുതലുള്ളത്. ഏതിപ്പോ ലോകത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതെ, പക്ഷെ അതിന്റെ അടുത്തും ചെറിയ കടകളിലും എല്ലാം നമ്മൾ കാണുന്നത് ഈ ബാലിയിലുള്ള
അവരെ കാണുമ്പോൾ അവരവരുടേതായ രീതിയിൽ കൾച്ചറും മോഡേണിറ്റിയും ഒരുമിക്കുന്നു. അതെ 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 തീർച്ചയായിട്ടും അതെ. അത് അവര് മോഡേണിറ്റി ഇങ്ങനെ ഇപ്പൊ രാത്രി അവിടെ ആ ഡെൻസ്പറിന്റെയൊക്കെ സ്ട്രീറ്റുകളില് രാവ് ഉറങ്ങാത്ത നഗരമാണ്. പക്ഷെ അതിന്റെ സൈഡിലുള്ള കടകളിൽ നോക്കി നോക്കൂ, അവരുടെ ആ ബാലിയിലുള്ള ആളുകൾ അവരുടെ അതേതായ രീതിയിലാണ് ചെല്ലുന്നത്. ബീച്ചുകളിൽ പോവുകയാണെങ്കിലും അതിന്റെ വശങ്ങളിലുള്ള കടകളിലൊക്കെ അവരുടെ രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോയി നോക്കൂ, എല്ലാം നമ്മുടെ ആ രീതിയിലുള്ള അവരുടെ അർച്ചന മനോഭാവങ്ങളും കാര്യങ്ങളും നമ്മുടെ നമ്മുടെ എപ്പിക്കുകള് രാമായണ മഹാഭാരതത്തിന്റെ അവരുടെ വേർഷനുണ്ട്. അവിടുത്തെ കംബോഡിയയിലെയും ബാലിയിലെയൊക്കെ കലാരൂപങ്ങളൊക്കെ അതെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ബാലിയിൽ തന്നെ അവരുടെ ഡാൻസുകൾ, അതുപോലെ കംബോഡിയയിലെ അപ്സര ഡാൻസ് എല്ലാം അയ്യോ വല്ലാത്തൊരു കാഴ്ചയാണ്. ശരിക്കും അപ്സരസുകൾ ഇറങ്ങി വന്ന് നൃത്തം ചെയ്യാമെന്ന് തന്നെ തോന്നും. അപ്സര സ്ത്രീകൾ തന്നെയാണ് അവര്. നമ്മൾ സ്ത്രീകളുടെ യാത്രയില് സുന്ദരികളായ അതെ അതെ കാണുന്നത്. അത് കംബോഡിയയിലാണ് എനിക്ക് ഏറ്റവും തോന്നിയത്. ബാലിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്സര ഡാൻസ്. ശരിക്കും അവരെ അപ്സരകൾ ഇറങ്ങി നൃത്തം ചെയ്യുന്നവര്. ഈ അങ്കർവാട്ടിലും ആ അപ്സര ഡാൻസിന്റെ എല്ലാ രൂപഭാവങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. അങ്കർവാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും സർവത്ര കൊത്തുപണികളാണ്. പക്ഷെ അവരുടേതായ രീതിയിലുള്ള ആ ഒരു ഹെയർ ഡ്രസ്, അവരുടെ സ്റ്റൈലും ഫാഷനും ഒക്കെ ആണെങ്കിലും ഇതെല്ലാം വരുന്നത് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെ കഥകളും ആ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ള അവിടെയൊക്കെ പോകുമ്പോൾ അവരുടെ ഭക്ഷണ രീതിയോട് ഒരിക്കലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. വളരെ പറ്റുമായിരിക്കും, പക്ഷെ ഈ സസ്യാഹാരികൾക്ക് അല്ലാത്തവർക്ക് വളരെ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ലോകം അവിടെ ഒരുപക്ഷെ തേടിയെത്തുന്നത് അവരുടെ വ്യത്യസ്ത ഭക്ഷണ രീതി കൊണ്ടുകൂടിയാണ്. ആണ് അല്ല, നമ്മള് അത് പറ്റില്ലാത്തവർക്ക് ഈ സസ്യാഹാരം മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ളവർക്ക് ഇത്തിരി വിഷമമുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ കാണാത്ത വിധത്തിലുള്ള നല്ല നല്ല ഇഷ്ടം പോലെയുള്ള ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. എല്ലാം അങ്ങനെ ഉണ്ട്, വിഷമം ഉണ്ടായിട്ടില്ല. അങ്ങനെ അതെനിക്ക് ചില സ്ഥലങ്ങളിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ വിയറ്റ്നാമിലെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ വാറിന്റെ സമയത്ത് 500 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ടണലുകളിൽ അവരെങ്ങനെ പോയിരുന്നു, ഞങ്ങളവിടെ ആ ടണലിൽ ഇറങ്ങുന്നത് എങ്ങനെയെന്നൊക്കെ ഒന്ന് നോക്കിയപ്പോ ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് അതിൽ പിടിച്ചിറക്കി. അപ്പൊ വിയറ്റ്നാമീസ് പൊതുവെ കുള്ളന്മാരാണ്. അപ്പൊ അവരുടെ രീതിയിലുള്ള ആളുകൾക്ക് ഇറങ്ങാനുള്ള വിധത്തിലാണ് ഞാൻ ഇറങ്ങിയിട്ട് കുറച്ച് പാടുപെട്ടു കയറാന്നതൊക്കെ. പക്ഷെ അതിങ്ങനെ ഓരോ അവരുടെ അടുക്കളയും കാര്യങ്ങളും എല്ലാം അതിലാണ്. അങ്ങനെ 500 കിലോമീറ്ററോളം നീണ്ടു കിടക്കുക ഇത്. അത് എത്താൻ വിഷമിച്ചിട്ടാ ശരിക്കും ആറ് സക്സസ് ആവാതിരിക്കാനുള്ള കാരണം ആ ടണലാണെന്നാ പറയുന്നത്. ഞങ്ങൾ ഈ പുസ്തകങ്ങളെ പോലെ തന്നെ ഞങ്ങൾ ആസ്വദിക്കുന്നതാണ് മത്സരേച്ചിയുടെ യാത്രാ ഫോട്ടോഗ്രാഫീസ്. നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ. ഇതും ഒരു ഹോബിയാണ്. അത് എല്ലാ സ്ഥലത്ത് പോയാലും എനിക്ക് അത് വീഡിയോ എടുക്കണം, സ്റ്റില്ലും എടുക്കണം. അതിപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ടില്ലെങ്കിൽ സങ്കടം തോന്നും. ഉദാഹരണം ഞാൻ പറയാം, ചന്ദ്രശില എന്ന് പറഞ്ഞിട്ട് തുങ്കനാഥിന്ന് ട്രക്കിങ്ങിന് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാല് 12 വലിയ ഉത്തുംഗ ശൃംഗങ്ങൾ, പർവ്വതാരോഹകരൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷന്. അതിങ്ങനെ നിരന്ന് നിൽക്കണം ചുറ്റും. നമ്മൾ ആകാശത്താണെന്നാണ് നമുക്ക് തോന്നുന്നത്. അത് ആ സൂര്യോദയ സമയത്തൊക്കെ ആ ഓരോ തൃശൂലി, നീലകണ്ഠ്, അങ്ങനെ നന്ദാദേവി, ഇങ്ങനെ വലിയ വലിയ പർവ്വത നിരകളൊക്കെ നിൽക്കണം. ആ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ ഇത് പക്ഷെ എത്ര പകർത്തിയാലും അതിൻ്റെതായിട്ടുള്ള ഇത് കിട്ടില്ല. ഇപ്പൊ വാലി ഓഫ് ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും ദേവേരിയ താളാണെങ്കിലും അങ്ങനെയല്ല. ഇപ്പൊ സിക്കിം, ഭൂട്ടാൻ എവിടെ പോയാലും അതെ, നമുക്ക് പ്രകൃതിയെ ശരിക്ക് ഞാൻ കൂടുതലും പ്രകൃതിയെ എടുക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ യാത്രയിൽ നമ്മള് സ്വയം നമ്മളെ തിരിച്ചറിയാണ് ഒരു തരത്തില്. യാത്ര സ്ത്രീ എന്നുള്ള നിലയില് നമുക്കുള്ള സാധ്യതകളും കൂടിയാണ്. അതെ അതെ തീർച്ചയായിട്ടും. പരിമിതിയല്ല അല്ല. ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. പലരും എന്നെ വിളിക്കാറും കാര്യങ്ങൾ അന്വേഷിക്കാറും ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പരിമിതിയൊന്നും ഇപ്പൊ ഇല്ല. നമ്മളെ സ്ത്രീയും പുരുഷന്മാരും ഒരേപോലെയാണ് യാത്ര ചെയ്യുന്നതും. കുറച്ചുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല സംഘത്തിന്റെ. അതെ, നമ്മുടെ സഹയാത്രികരും നമ്മളെ ടൂർ കൊണ്ടുപോകുന്നവരും വിശ്വസ്തരായിരുന്നാലേ യാത്ര നന്നാവുള്ളൂ. ഇപ്പൊ സഹയാത്രികൾ തന്നെ പലരും, അത് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പല തലങ്ങളിൽ നിന്ന് പല കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണ് നമ്മളെ കൂടെ വരുന്നത്. ഇപ്പൊ എന്റെ എല്ലാ യാത്രയൊക്കെ നോക്കിയാൽ ആയിരക്കണക്കിന് സഹയാത്രികരെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാരും പിരിയാൻ നേരത്ത് ഫോൺ നമ്പർ വാങ്ങിക്കുക, എല്ലാം വാങ്ങിക്കും.
പക്ഷെ എല്ലാവരുമായിട്ട് നമുക്ക് അങ്ങനെ ബന്ധം പുലർത്താൻ പറ്റില്ല. കാരണം അത്ര, പക്ഷെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പൊ ഈ യാത്രയിൽ തന്നെ ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പുണ്ട്, യാത്രയിൽ പരിചയപ്പെട്ട കുറച്ച് പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചാണ് യാത്ര പോവാൻ പ്ലാൻ ചെയ്യുക. അപ്പൊ അത് ഒരു പ്രത്യേക സുഖമാണ്. കാരണം നമ്മളുടെ എല്ലാ അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്കറിയാം, അവരുടേതായ രീതികളും നമുക്കറിയാം. അതുകൊണ്ട് സഹയാത്രികര് നന്നെങ്കിൽ യാത്ര സക്സസ് ആണ്. അങ്ങനെയാണ്. ഈ യാത്രയെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ എത്ര സംസാരിച്ചാലും തീരില്ല. നമ്മൾ ഈ ജീവിതം മുഴുവൻ ലോകത്തിനൊറ്റ വരുന്നത് സംസാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് നിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാവുകയാണ്. യാത്രയെ ഇഷ്ടപ്പെടുന്ന, യാത്രയുടെ ആസ്വാദനം തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും വത്സല മോഹനെ പോലുള്ള ഒരു യാത്രികയുടെ കൂട്ട് ഏറ്റവും സന്തോഷകരമായ കൂട്ടായിരിക്കും. അതിന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പുസ്തകങ്ങളാക്കി തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും കുറച്ച് യാത്രാനുഭവങ്ങളെങ്കിലും, ഒരു വിശാലമായ യാത്രാലോകത്തിലെ ചെറിയ യാത്രാനുഭവങ്ങളെങ്കിലും ചായക്കൂട്ടിലെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഇനിയും നിരവധി ലോകത്തിൽ കണ്ടെത്താനുള്ള സ്ഥലങ്ങളിലേക്ക് പോവാൻ ആരോഗ്യവും മനഃശക്തിയും തരട്ടെ. ചായക്കൂട്ടിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നന്ദി അറിയിക്കുന്നു. ചായക്കൂട്ടിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.